കാര്യം പറയുമ്പോ കരയുന്ന എന്തിനാ? എനിക്കിനി അതിനല്ലേ കഴിയൂ. എന്റെ പഠിപ്പും ജീവിതവും നശിച്ചു. അതിന് ഉത്തരവാദി ഞാനാണോ? നിന്റെ ചേച്ചിമാരില്ലേ? ചേച്ചിമാരുടെ സ്വഭാവങ്ങളും ഗുണങ്ങളും നോക്കിയിട്ടാണോ സുധീഷ് എന്നെ സ്നേഹിച്ചത്? അല്ല, തെറ്റുപറ്റി. അതുകൊണ്ടാ ഇപ്പൊ തിരുത്തുന്നത്. നിന്റെ ചേച്ചിമാരുടെ കാര്യങ്ങളെ നാട് മുഴുവൻ പാട്ടാ. നമ്മൾ രണ്ടുപേരും പുറത്തിറങ്ങി നടന്നാലുള്ള സ്ഥിതി നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ആലോചിച്ചിട്ട് തീരുമാനം സുധീഷിനെ അറിയിക്കാം. അപ്പൊ ഒന്ന് കണ്ടാ മതി. രവീന്ദ ഓടി വരുന്നത്? ചിലപ്പോ വാട്ടർ വാസ് പുറകെ കാണും. ചേച്ചി, വീട്ടിലേക്ക് വേഗം ചെല്ലാൻ പറഞ്ഞു. എന്തിനാ? പല്ലവിയുടെ കോളേജിൽ നിന്ന് ആരോ വന്നിട്ടുണ്ട്. എന്താണാവോ കാര്യം? ആ, നിങ്ങൾ ഈ പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെക്ക്, ഞാൻ പോയിട്ട് വരാം. കൂടപ്പറപ്പുകൾക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നവരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എടാ, ഞാനും കഷ്ടപ്പെടുന്നുണ്ട്. എന്നിട്ട് നീ എന്താ കാണാത്തെ? അപ്പോ ഞാൻ ഉള്ളി ഓ, അരിയായിരുന്നു. എന്നാലേ ഇനി നീ ഉള്ളി അരിയണ്ട, ഞാൻ അരിഞ്ഞോളാം. ഇനി കൊണ്ടുവാ. എന്ത്? പല്ലവി ആത്മഹത്യ ചെയ്തിരുന്നു? എവിടെ വെച്ച്? ഹോസ്റ്റലിൽ വെച്ചോ? എന്റെ കത്തും ഫോട്ടോകളും എന്തു വന്നാലും വേണ്ടില്ല, ഒതുക്കിയേക്കണം. ഇല്ല, ഞാൻ വരുന്നില്ല. ഓക്കെ? അവിടെ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്താ ചേച്ചി എപ്പോഴും പല്ലവിയെ പറ്റി ഓർത്തിങ്ങനെ കരഞ്ഞോണ്ടിരുന്ന? എന്നെ പറ്റി ചേച്ചിക്ക് ഒരു ഉത്കണ്ഠയും വേണ്ട. ഞാൻ ആർക്കും ഒരു ഭാരവും ആവില്ല. എനിക്കറിയാം ചേച്ചി പല്ലവിയെ എത്രമാത്രം സ്നേഹിച്ചിരുന്നെന്ന്. എന്താ വേണ്ടത്? ഒരു ഫ്രൈഡ് റൈസ്. ആ രവി, ഒരു ഫ്രൈഡ് റൈസ്. ആ, ചേച്ചി ചേച്ചി എന്താടാ? ആരാ? ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല അല്ലേ? എന്റെ പേര് പാർവതി, അതായത് പല്ലവിയുടെ മൂത്ത ചേച്ചി. നീ മരിക്കാൻ വേണ്ടിയാണോ ഇവന്റെ കൂടെ കൂടിയത്? എന്താ സുധീഷ് ഇവരീ പറയുന്നത്? ഇവന്റെ കൂടെ ഇരിക്കുന്നത് എന്റെ കൊച്ചനിയത്തിയ പല്ലവി. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? എന്റെ പല്ലവിയെ. അവള് തൂങ്ങിച്ചേർത്തത് ഞാൻ എന്ത് ചെയ്യാനാ? അതിന് കാരണക്കാരൻ നീയല്ലേടാ. സത്യമാണോ സുധീഷ്? നിങ്ങൾക്കെന്താ ഭ്രാന്തുണ്ടോ? അതെടി, എനിക്ക് ഭ്രാന്താണ്. കൊന്നളെ ഞാൻ. മിണ്ടിപ്പോ. എന്താ ബഹളം? താനാരാ? സുധീഷിന്റെ അങ്കിളാ ഞാൻ. ഓ, താനാണോ ഈ വേശ്യാലയം നടത്തുന്നത്? എന്ന് പറഞ്ഞാലേ പോക്കിരുത്താൻ പറഞ്ഞോ? അടിച്ചതിനെ. അടങ്ങി നിന്നോളണം, അരിഞ്ഞാളെ ഞാൻ. ഇനിയൊരു പെണ്ണിനെ നീ നശിപ്പിച്ചു എന്നറിഞ്ഞാൽ കഴുത്തിൽ തല കാണില്ല.
വീട്ടിലാർക്കും സംശയമൊന്നുമില്ലല്ലോ? സംശയമൊന്നുമില്ല. ചേച്ചി ഒറ്റയ്ക്കാക്കി പോകുന്നില്ല. എനിക്ക് വിഷമം. നമ്മുടെ കല്യാണം കഴിഞ്ഞ് സെറ്റിൽ ആയതിനു ശേഷം എല്ലാറ്റിനും മാപ്പ് ചോദിച്ചുകൊണ്ട് ചേച്ചിക്ക് ഒരു കത്ത് എഴുതാം. വാ. അതെ, നമുക്കൊരു ഫോറിൻ ടൂർ നടത്തിയാലോ? സിന്ധുവിന് പാസ്പോർട്ട് ഉണ്ടോ? അതൊക്കെ ഉണ്ട്. എവിടേക്കാ? സിന്ധുവിന് എവിടെ പോകാനാ ഇഷ്ടം? മൗറീഷ്യസ്. ആഹാ, അവിടെ എന്താ പ്രത്യേകത? അതറിയാനാ അവിടെ പോണോന്ന് പറഞ്ഞത്. വിസ കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ആ രാജ്യത്തിന്റെ പ്രധാന വരുമാനം ടൂറിസമാണ്. പിന്നെങ്ങനെ വിസ കിട്ടാതിരിക്കും? ആ, അപ്പോ അടുത്ത മാസം നമ്മുടെ മാരേജ്. ഹണിമൂണിന് നമ്മൾ മൗറീഷ്യസിലേക്ക് പറക്കുന്നു. ഓക്കെ? നമാവുന്നു, മേനി നോവുന്നു, എന്റെ കൈകൾ നിന്നെ മൂടുന്നു. ഊട്ടിയാ? ഡാ, എന്താടാ ഈ കട തുറക്കാത്തത്? എനിക്കറിയില്ല. നിനക്ക് അറിയില്ലല്ലോടാ. എന്ത് കൊടുക്കാൻ സാധനം? എന്റെ പാൻപെടായി. വാടാ. രാജകുമാരി. എന്താ ചേച്ചി ഇന്ന് കട തുറക്കാത്തെ? ആർക്കു വേണ്ടിയാ? പപ്പി വന്നില്ലേ? എല്ലാവരും എന്നെ തോൽപ്പിച്ചടാ. എനിക്കൊരാൾക്ക് എങ്ങനെയും ജീവിക്കാം. പപ്പിക്കും പല്ലവിക്കും വേണ്ടിയാ ഞാൻ ആ കട തുടങ്ങിയത്. അവരെവിടെയുണ്ടെന്ന് വേഗം പറഞ്ഞു, അല്ലെങ്കിൽ കടക്ക് തീ വെക്കും. മുതലാളിയുടെ സ്വഭാവം അറിയാലോ. കൈ കിട്ടിയ രണ്ടിനെയും തട്ടും. മകനാണെന്നും അങ്ങനെ നോക്കില്ല. പാവപ്പെട്ടവരുടെ വീട്ടില് കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾ ഉണ്ടായ നിന്റെ മുതലാളിയെപ്പോലുള്ളവരുടെ മക്കൾക്ക് കൊത്തിപ്പറിക്കാം. എന്നിട്ടും കുറ്റം ഞങ്ങൾക്ക്. കത്തിക്കട. ധൈര്യം ഉണ്ടെങ്കിൽ പോയി കത്തിക്ക്. ഈ കൈ ദേഹത്തുണ്ടാവില്ല. കണ്ടോ തന്നെ. പോടാ.